വേടന്റെ അറസ്റ്റ് തടഞ്ഞു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്ന ഹൈക്കോടതി. നാളെയും പക്ഷേ ഹർജിയിൽ വാദം തുടരും. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഇന്നലെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനുള്ള സമയം പരാതിക്കാരിക്ക് നൽകിയിരുന്നു. പക്ഷേ അപ്പോൾ അറസ്റ്റ് തടഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് അറസ്റ്റ് തടയുകയാണ്. ആര്യ, റാപ്പർ വേടനെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക ആശ്വാസം വന്നിരിക്കുന്നു. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. പ്രോസിക്യൂഷനോട് ഈ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശമാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അല്പം മുമ്പ് നൽകിയിരുന്നത്. ഇതുവരെ വേടന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ ജാമ്യ ഹർജിയിൽ വാദം നീണ്ടുപോയൊരു ഘട്ടത്തിലാണ് കോടതി ഇനി ഈ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം വരുന്നതുവരെ അറസ്റ്റിലേക്ക് പോകരുത് എന്ന് പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയത്. അതായത് ജാമ്യ ഹർജി പരിഗണിച്ചു തുടങ്ങിയാൽ പിന്നീട് അതിൽ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകരുത് എന്ന കാര്യം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പ്രോസിക്യൂഷനെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്ന് ആര്യ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പരാതിക്കാരി കേസിൽ കക്ഷി ചേർന്നിരുന്നു. അവർ വേടനെതിരായ വാദമുഖങ്ങളാണ് ഇന്ന് പ്രധാനമായും കോടതിയിൽ നിരത്തിയത്. അവർ പറഞ്ഞത് വർഷങ്ങൾ ഈ പെൺകുട്ടിക്ക് ചികിത്സ തേടേണ്ടി വന്നു. മാനസിക നില തകരാറിലായി. ഈ പെട്ടെന്ന് ബന്ധം ഉപേക്ഷിച്ചു പോവുകയാണ് വേടൻ ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക പീഡനമാണ് നടന്നത്. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് വേടൻ പോയപ്പോൾ ഈ യുവ ഡോക്ടർ മാനസികമായി തകർന്നു. പിന്നീട് വർഷങ്ങൾ എടുത്തു അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ. അതിനിടയിൽ അവർക്ക് വിവിധ ചികിത്സകൾ അടക്കം തേടേണ്ടി വന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവരുടെ അഭിഭാഷക കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതോടൊപ്പം തന്നെ വേടനെതിരെ ഇപ്പോൾ പുതിയ 2 പരാതികൾ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അതടക്കം ഇന്ന് കോടതിയുടെ ശ്രദ്ധയിലേക്ക് അവർ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ വേടൻ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ താൻ പലരോടും മോശമായി പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അതിൽ പശ്ചാത്തപിക്കുന്നു എന്ന കാര്യം വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേടൻ തന്നെ തുറന്ന് സമ്മതിച്ച കാര്യം ചോദിച്ചോട്ടെ. കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനുള്ള സമയം ഇന്നലെ കോടതി നൽകിയിരുന്നു ആ പരാതിക്കാരിക്ക്, യുവ ഡോക്ടർക്ക്. അതിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നലെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് കൂടുതൽ ആളുകൾ വേടനെതിരെ പരാതിയുമായി പോയിരുന്നു. അവരെ ആ തെളിവുകൾ കൂടി ഹാജരാക്കാൻ കഴിഞ്ഞോ ഇന്ന് ഈ പരാതിക്കാരിക്ക് കോടതിയിൽ? ആര്യ, ഇതെല്ലാം വ്യത്യസ്തമായ കേസുകളാണ്. അതുകൊണ്ട് തന്നെ വേടനെതിരെ യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ മറ്റ് പരാതികളുടെ വിശദാംശങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന രീതിയിലേക്ക് വരണമെങ്കിൽ അതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം. അതിൽ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പരാതികൾ ഉണ്ട് എന്ന കാര്യം മാത്രമാണ് കോടതിയുടെ മുന്നിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ കോടതി ഉയർത്തിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതായത് ഈ പരസ്പരം ഇവർ സ്നേഹബന്ധത്തിലായിരുന്ന സമയത്തെ ലൈംഗിക ബന്ധം അത് ബലാത്സംഗ കുറ്റമായി മാറുമോ എന്ന ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു, അതിനിടയിൽ ലൈംഗികമായി ഉപയോഗിച്ചു എന്നതാണ് ബലാത്സംഗ കുറ്റമായി മാറുന്നത്. അതുകൊണ്ടാണ് കോടതി ഈ കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കാരണം വേടനും ഈ യുവ ഡോക്ടറുമായിട്ടുള്ള തന്റെ ബന്ധത്തെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ഈ ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് വേടൻ പറയുന്നില്ല. പക്ഷെ വേടനും പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം അത് ബലാത്സംഗ കുറ്റം എന്ന നിലയിലേക്ക് ഈ കേസ് വരാൻ കഴിയില്ല. ഈ കുറ്റം തനിക്ക് മേൽ നിലനിൽക്കില്ല എന്നതാണ് പറയുന്നത്. അതായത് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ വേടനും തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കോടതി ചോദിച്ചത് ഈ പ്രണയകാലത്തെ ലൈംഗിക ബന്ധം അത് പിന്നീട് ബലാത്സംഗ കുറ്റമായി ആരോപിക്കപ്പെടാൻ കഴിയുമോ എന്ന ചോദ്യം ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇതുവരെ ഈ കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ വാദങ്ങളിലേക്കും പ്രോസിക്യൂഷൻ പോയിട്ടില്ല. ഈ പരാതിക്കാരിയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് ഇപ്പോൾ ഈ നിർണായക തീരുമാനം ബില്ലിൽ പറഞ്ഞതുപോലെ വേടനെ സംബന്ധിച്ചൊരു വലിയ താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുവരെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നില്ല. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പോലും അറസ്റ്റ് തടഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ അറസ്റ്റ് പാടില്ല, മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം വരുന്നത് വരെ എന്നൊരു നിലപാടിലേക്ക് കോടതി എത്തിയിരിക്കുകയാണ്. പക്ഷേ ജാമ്യാപേക്ഷയിൽ വാദം തുടരും.